ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ ഒരുക്കിയ നീക്കം വീണ്ടും പാളി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പി.കെ. ജബ്ബാറിന്റെ പുതിയ ആരോപണമാണ് പാളിയത്. ഹാരിസ് ചിറക്കലിന്റെ മുറി പരിശോധിച്ചുവെന്നും മുറിയിൽ നിന്ന് വലിയൊരു ബോക്സ് കണ്ടെത്തിയെന്നുമാണ് പ്രിൻസിപ്പൽ പറഞ്ഞത്. ഓഗസ്റ്റ് 2-ന് മോസിലോസ്കോപ്പ് വാങ്ങിച്ചതിന്റെ ബില്ലുകളും ഇവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിൽ അസ്വാഭാവികതയുണ്ട് എന്നും വിശദമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞതോടെ ഡോക്ടർ ഹാരിസിനെ സംശയനിഴലിൽ നിർത്താനുള്ള ഗൂഢശ്രമത്തിന്റെ തിരക്കഥയുടെ ഭാഗമാണോ ഇതെല്ലാം എന്ന സംശയങ്ങൾ തലപൊക്കുകയായിരുന്നു. എന്നാൽ തന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയത് നേരത്തെ ഉണ്ടായിരുന്ന നെഫ്രോസ്കോപ്പ് എന്ന ഉപകരണമെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ തന്നെ വ്യക്തമാക്കി. കേടുപാട് വന്നപ്പോൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി എറണാകുളത്തേക്ക് അയക്കുകയായിരുന്നുവെന്നും റിപ്പയർ ചെയ്യാൻ വലിയ തുകയാകുമെന്ന് എറണാകുളത്തെ കമ്പനി അറിയിച്ചെന്നും ഹാരിസ് പറയുന്നുണ്ട്. ഇതോടെ ഉപകരണങ്ങൾ മടക്കി അയക്കാൻ കമ്പനിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ വന്ന ഉപകരണങ്ങളാണ് റൂമിൽ ഉണ്ടായിരുന്നതെന്നും ഹാരിസ് ചിറക്കൽ പറയുന്നുണ്ട്. KGMSTA വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നു ഹാരിസിന്റെ പ്രതികരണം. നേരത്തെ ഹാരിസ് ചിറക്കലിന്റെ മുറിയിൽ നടത്തിയ പരിശോധനയിൽ ഒരു പെട്ടിയിൽ നിന്ന് ഉപകരണം കണ്ടെത്തിയതായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലായ പി.കെ. ജബ്ബാർ തന്നെ വ്യക്തമാക്കിയതാണ്. ആദ്യഘട്ടത്തിൽ നടത്തിയ പരിശോധനയിൽ ഈ പെട്ടി കണ്ടിരുന്നില്ല എന്നും വീണ്ടും നടത്തിയ പരിശോധനയിൽ ഈ പെട്ടി കണ്ടെത്തിയതിൽ അസ്വാഭാവികത തോന്നിയതെന്നുമായിരുന്നു പ്രിൻസിപ്പൽ പറഞ്ഞത്. ഈ ഉപകരണം പുതിയതായി വാങ്ങിയതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും ബില്ലിൽ മോസിലോസ്കോപ്പ് എന്നാണ് എഴുതിയിരുന്നതെന്നും പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രിൻസിപ്പലിന്റെ പ്രതികരണം ഉണ്ടായത്. എന്നാൽ ഇവയെല്ലാം ആസൂത്രിത നീക്കമായിരുന്നു എന്നതായിരുന്നു പ്രധാന വിമർശനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധിയെക്കുറിച്ചുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്നാണ് ഈ ചർച്ചയ്ക്കെല്ലാം തന്നെ തുടക്കമാവുന്നത്. ഹാരിസിന്റെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ അന്വേഷണ സമിതിയെ നിയോഗിച്ചിരുന്നു. ഈ സംഘം അന്വേഷിച്ചുകൊണ്ട് കണ്ടെത്തിയ റിപ്പോർട്ടിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഉപകരണം കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇക്കാര്യം ആരോഗ്യമന്ത്രി വീണ ജോർജും പരസ്യമായി പറഞ്ഞു. ഇതിന് പിന്നാലെ ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ ഒരു പരിശോധന നടത്തി. പിന്നീട് നടത്തിയ പരിശോധനയിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ മുറിയിൽ നിന്ന് ഒരു ബോക്സ് അടക്കം ഉപകരണം കണ്ടെത്തിയെന്നാണ് പ്രിൻസിപ്പൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇത് മറ്റാരോ കൊണ്ടുവച്ചതാണെന്നായിരുന്നു പ്രിൻസിപ്പലിന്റെ വാദം. CCTV ദൃശ്യങ്ങളിൽ ആരോ ഒരാൾ മുറിയിലേക്ക് കടന്നു പോകുന്നത് കണ്ടെത്തിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നിലവിൽ ഹാരിസ് ചിറക്കൽ അവധിയിലാണ് എന്നും മുറിയുടെ താക്കോൽ മറ്റൊരു ഡോക്ടറുടെ കയ്യിലാണ് എന്നുമായിരുന്നു പ്രിൻസിപ്പൽ ആരോപിച്ചത്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ നല്ലൊരു ഡോക്ടറാണെന്നും ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഡോക്ടറാണെന്നും ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും അത് വിവാദത്തിലാവുകയും ചെയ്യുകയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ ഇടപെട്ടതെന്നും ഒരു വിശദീകരണമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് അന്വേഷണ സമിതിയെ നിയോഗിക്കുന്നതും. ഉപകരണം കാണുന്നില്ല എന്ന അന്വേഷണത്തിൽ സമിതി കണ്ടെത്തുകയും DMEയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച വിശദമായ പരിശോധന നടത്തുകയും ചെയ്തു. പിന്നീട് വകുപ്പ് മേധാവിയുടെ മുറിയിൽ പരിശോധന നടത്തി. മുറിയിൽ ഉപകരണം കാണുകയും ചെയ്തതാണ്. അവിടെ മറ്റൊരു ബോക്സും ഉണ്ടായിരുന്നു. നേരത്തെ പരിശോധിച്ചപ്പോൾ ആ ബോക്സ് കണ്ടിരുന്നതുമില്ല. ബോക്സിൽ ചില ബില്ലുകളും കണ്ടു. നിലവിൽ ഡോക്ടർ ഹാരിസ് അവധിയിലാണ്. താക്കോൽ മറ്റൊരു ഡോക്ടറുടെ കയ്യിലുമാണ്. അപ്പോൾ ആരായിരിക്കാം ഈ ബോക്സ് കൊണ്ടുവച്ചത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് CCTV പരിശോധിച്ചപ്പോൾ മുറിക്കുള്ളിൽ ആരോ കടന്നതായി തോന്നിയിട്ടുണ്ടെന്നും വിശദമായ പരിശോധന നടത്തണമെന്നുമാണ് പ്രിൻസിപ്പൽ പറഞ്ഞത്. പോലീസിന് പരാതി നൽകാമായിരുന്നില്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഞങ്ങൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ളത് സർക്കാരിനാണ് എന്നതായിരുന്നു പ്രിൻസിപ്പലിന്റെ മറുപടി. അദ്ദേഹത്തിന്റെ ഈ ആരോപണത്തിനാണ് ഹാരിസ് ഇപ്പോൾ തടയിട്ടിരിക്കുന്നത്. നിരന്തരമായി ഉയർന്നുവരുന്ന ഇത്തരം ആരോപണങ്ങൾ ആരോഗ്യവകുപ്പിന്റെ തിരക്കഥയിലെ പ്രധാന പദ്ധതികളാണ് എന്നതാണ് മറ്റ് വിമർശനങ്ങളിൽ പ്രധാനം.